ന്യൂ ഇയർ ആയിട്ട് എന്നൊക്കെ ഉണ്ട് വിശേഷം? പനിയായിട്ട് 2 ദിവസമായിട്ട് കിടപ്പായിരുന്നേ. ജോപ്പിനെയും കൊണ്ട് എങ്ങനെയൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട് മുഴുവനും അലങ്കോലമായിട്ട് പതിവ് പോലെ ഇച്ചാനെ രാവിലെ ഡ്യൂട്ടിക്ക് വിട്ടിട്ട് ഞാൻ വീടൊക്കെ ഒന്ന് ഒതുക്കാൻ ഇറങ്ങിയിട്ടുണ്ടേ. ആദ്യം കുറേ തുണി മടക്കാനുണ്ടായിരുന്നേ. ഒരു കുന്നോളം തുണി കഴുകി ഉണക്കിയിട്ടേക്കുമായിരുന്നേ. എൻ്റെയും ജോപ്പൻ്റെയും ജോപ്പൻ്റെ ഉടുപ്പൊക്കെ മടക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്നാലും എനിക്കിതെല്ലാം ഒതുക്കി മടക്കിയിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇതെല്ലാം മടക്കി ഒതുക്കി തന്നെ വെക്കാറുണ്ട്. ഇതാണ് കേട്ടോ ഇപ്പം ജോപ്പൻ്റെ ഏറ്റവും വലിയ കളി. ഇതെല്ലാം വലിച്ചിറക്കി വാരിയിടും, ഞാനിതെല്ലാം എടുത്ത് വീണ്ടും വെക്കും. ഇത്രയും തുണി ഞാൻ മടക്കിയിട്ടുണ്ടായിരുന്നു. ജോപ്പൻ്റെ കാര്യങ്ങളിൽ ഞാൻ എന്തോ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. പിന്നെ തുണി മടക്കിയതിൽ ജോപ്പൻ്റെ ഒരു ഷർട്ടും ഒരു പാൻറ്റും കിട്ടിയിട്ടില്ലേ, അതിന് എൻ്റെ അപ്പനോട് ചോദിക്കണം. ഡാഡി ആയിരുന്നു എല്ലാം ഉണക്കി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ബിഗ്ഗസ്റ്റ് ടാസ്ക് ആയിരുന്നു. ജോപ്പന് പുറത്ത് കാക്കേനെയും കുയിലിനെയൊക്കെ കണ്ടാലേ അവൻ കുറുക്കടിക്കത്തുള്ളൂ. പിന്നെ അവനെയും കുറുക്കിനെയൊക്കെ ഒന്ന് ഒഴിഞ്ഞു കളഞ്ഞ് ആദ്യം തന്നെ കൊടുത്തപ്പോൾ ദേണ്ടേതോ നിരസിച്ച്. പിന്നെ എങ്ങനെയൊക്കെ കുത്തിക്കയറ്റി കുറച്ച് തീറ്റിച്ച്. വീട്ടിലായിരുന്നപ്പോൾ TV കണ്ട് ഫുഡ് കഴിക്കുമായിരുന്നേ. പക്ഷെ അത് ശരിയല്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ. എന്തായാലും കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി. ഡ്രസ്സും സഗ്ഗിയൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര വാശിയും ദേഷ്യവും കരച്ചിലും ഒക്കെയാണ്. എങ്ങനെയൊക്കെ അതെല്ലാം വലിച്ചു കയറ്റി മുടിയും ചീവി പാലും കൊടുത്ത് ഉറക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടിയിലേക്ക് ഇറങ്ങി. ഡാഡി ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ചന്തയിലൊക്കെ പോകണമെന്ന്. പക്ഷേ ഇവനെയും കൊണ്ട് നടക്കത്തില്ല. എന്തായാലും ഇനി ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പേ പണി തീർത്തില്ലെങ്കിൽ എൻ്റെ പണി പാളും.